ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. ദുർഗ ആൻഡ് ചാരു എന്ന ബാരിസ്റ്റർ ബാബു സീസൺ 2 മലയാളം എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാനിട്ട എപ്പിസോഡ്സ് കാണാത്തവർ അതൊന്ന് കാണുക. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡ്സ് വളരെ ഫാസ്റ്റായിട്ടാവും പറഞ്ഞു പോവുക, കാരണം ഒരുപാട് ലാഗായിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോ സീനും ഓരോ എപ്പിസോഡ്സ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ ബിനോയ് എല്ലാവരോടും നമുക്ക് ഇനി ചാരുവിനെ ദത്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ബോലി ചാരുവിനെ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ ആ വീട് കണ്ടിട്ട് ബോലി ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇതുവരെ ഇത്രയും വലിയ വീടോ സാധനങ്ങളോ ഒന്നും അവൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ബിനോയിയുടെയും സമ്പൂർണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ ചാരുവിൻ്റെ അമ്മയാണ്, ഞങ്ങളുടെ വീട് ശരിക്കും ഡൽഹിയിലാണുള്ളത്, അപ്പോൾ എന്നെ ഇട്ട് തല്ലുകൂടിയിട്ടാണ് ഇവളെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അമ്മയോട് ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചാരുവിനെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവിടെ നടക്കുന്നത് ഫുൾ അഭിനയമാണെന്ന് ചാരുവിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ദുർഗയ്ക്കാണെങ്കിൽ സങ്കടമാവുകയാണ്. കാരണം ദത്തെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ചാരു എങ്ങോട്ടും പോവില്ല, അവളുടെ ഒപ്പം ഉണ്ടാവും എന്നല്ലേ അവൾ വിചാരിച്ചിട്ടുണ്ടാവുക. ചാരുവിനും ബോലി അവിടെ വന്നത് തീരെ ഇഷ്ടമായിട്ടില്ല. അങ്ങനെ ബോലി ചാരുവിനെയും വിളിച്ച് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സമ്പൂർണ്ണ ചാരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് 2 സ്വർണ്ണവള ഊരിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ വള കണ്ടിട്ട് ബോലി ഹായ് വള എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ചാരു സമ്പൂർണ്ണനെ തടഞ്ഞിട്ട് എനിക്കിതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മാസിമാടെ സ്നേഹം മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാരുവിനെ ബോലി ദേഷ്യത്തോടെ നോക്കിയിട്ട് നല്ലൊരു അവസരമാണ് അവൾ മിസ്സാക്കി കളഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ദുർഗ വിഷമിച്ചിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ബിനോയും സമ്പൂർണ്ണയും കൂടി വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ദുർഗ, ചാരു ഇവിടെ നിന്ന് പോവുമല്ലേ, അവൾ ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവളെ കാണാനേ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ബിനോയും സമ്പൂർണ്ണയെ അവളെ എങ്ങോട്ടും പോവില്ല, ചിലപ്പോൾ അവർ കൊൽക്കത്തയിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗപൂജയ്ക്ക് നിങ്ങൾ 2 പേരും കൂടിയിട്ട് തന്നെ ആ പൂജ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. അതിനുശേഷം ബോലി ആ അനാഥാലയത്തിൽ കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദമൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ബോഗയും വന്നിട്ടുണ്ടാവും. അതിനുശേഷം അവർ 2 പേരും കൂടിയിട്ട് റോയ് ചൗധരി വീട്ടിലേക്ക് പിന്നെയും പോവുകയാണ്. എന്നിട്ട് അവർ ഒരു ജന്മിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നെന്നും അപ്പോൾ അത് തിരിച്ച് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ 2 മക്കളായിട്ടുള്ള ചാരുവിനെയും ജുംകിയെയും കൂടിയിട്ട് അവർ വേശ്യാലയത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് അവർ കൊൽക്കത്തയിൽ എത്തിപ്പെട്ടത്, അതുകൊണ്ടാണ് നിങ്ങളോട് ചാരു നുണ പറഞ്ഞത് എന്നൊക്കെ അവർ കള്ളം പറയാണ്. അങ്ങനെ അവരുടെ സിമ്പതി പിടിച്ചു പറ്റിയിട്ട് ബിനോയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ബോലി വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ പൈസ കൊടുക്കുന്നതിന് പകരമായിട്ട് ബിനോയ് ആകെ ഒരു കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പാടില്ല, നിങ്ങൾ ഈ കൊൽക്കത്തയിൽ തന്നെ താമസിച്ചു കൊള്ളുമെന്ന് പറയാണ്. അതിനുശേഷം ബോലി ചാരുവിനെ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രാത്രിയായപ്പോൾ ജുംകിയെയും കൂട്ടുപിടിച്ചിട്ട് ഇനി കുറച്ച് പൈസയും കൂടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ദുർഗയെ തട്ടിക്കൊണ്ടു പോവാൻ റോയ് ചൗധരി വീട്ടിലേക്ക് അവർ പോകുന്നുണ്ട്. അങ്ങനെ ഉറക്കത്തിനിടയിൽ ഇവർ പറയുന്നതെല്ലാം ചാരു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവൾ എണീച്ചിട്ട് വെള്ളമൊക്കെ നല്ലപോലെ മുഖത്തേക്ക് അടിച്ചിട്ട് അവരുടെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ അവളുടെ ഒപ്പം ബോഗയും വരികയാണ്. അപ്പോൾ അങ്ങനെ ദുർഗയെ മയക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ ചാരു വന്നിട്ട് ബോലിയുടെ കൈ പിടിക്കുകയാണ്. അങ്ങനെ ചാരുവും ബോഗയും കൂടിയിട്ട് അവരെ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അവരെ പിടിച്ചു വലിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് ആ വീട്ടിലുള്ള എല്ലാവരും എണീക്കുകയാണ്. എന്നിട്ട് ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ തിരഞ്ഞു നോക്കുമ്പോൾ പലാശിന് ഒരു ചെടിച്ചട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഒരു ഷർട്ടിൻ്റെ ബട്ടൺ കിട്ടുകയാണ്. അപ്പോൾ അത് ബോഗയുടെ ഷർട്ടിൽ നിന്നാവും പോയിട്ടുണ്ടാവുക. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ബോലിയെ നന്നായിട്ട് ചീത്ത പറയാണ്, നീ ഇപ്പം എന്ത് പണിയായി ചെയ്തത്, നിനക്ക് കിട്ടിയ പൈസ ഒന്നും മതിയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ദുർഗപൂജയ്ക്ക് ചാരുവും ബോഗയും കൂടിയിട്ട് റോയ് ചൗധരി വീട്ടിലേക്ക് പൂജയ്ക്ക് വരുമ്പോൾ പലാശ് ബോഗയുടെ ഷർട്ടിൻ്റെ ബട്ടൺ കാണാണ്. അപ്പോൾ അയാൾ തന്നെയാണ് ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നത് എന്ന് പലാശിന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം ചാരുവും ദുർഗയും കൂടി ദുർഗപൂജ ചെയ്യുന്ന സമയത്ത് ബോഗൈ അവിടെയുള്ള അനിരുദ്ധിൻ്റെയും ബോധിതയുടെയും ഫോട്ടോ കാണുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആളാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അന്ന് ആക്സിഡൻ്റ് ഉണ്ടായ കാര്യങ്ങളൊക്കെ ആൾ ആലോചിക്കുന്നുണ്ട്. താൻ കാരണമാണല്ലോ ആ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇവർ മരിച്ചതെന്ന് ആൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ആരാണെന്ന് ദുർഗയോട് വന്നിട്ട് ബോഗൈ ചോദിക്കുമ്പോൾ ഇത് എൻ്റെ അച്ഛനും അമ്മയും ആണ്, ഒരു കാർ ആക്സിഡൻറ്റിലാണ് അവർ മരിച്ചത്, ഞാനും എൻ്റെ സഹോദരി ദേവിയുമാണ് ആ കാറിൽ പിന്നെ ഉണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് അന്ന് അവളെ നഷ്ടപ്പെട്ടു എന്ന് അവൾ പറയാണ്. അപ്പോൾ ഇതും കൂടെ കേട്ടതും ബോഗയ്ക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവാണ്.
അന്ന് താൻ കാരണമുണ്ടായ ആ ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ട ദേവി എന്ന് പറഞ്ഞ കുട്ടി ചാരു തന്നെയാണെന്നും അവൾക്ക് ഞാൻ കാരണം സൗഭാഗ്യങ്ങളോടുകൂടിയുള്ള വലിയ ജീവിതമാണ് നഷ്ടപ്പെട്ടത്, ദാരിദ്ര്യത്തിലേക്കാണ് അവൾ വന്നത്, ഞാൻ എന്തൊരു ദുഷ്ടനാണ്, ഒരു 2 സഹോദരിമാരെയാണ് ഞാൻ അകറ്റി നിർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടത്തോട് കൂടിയിട്ട് ബോഗൈ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ ഇവരെ പിരിക്കില്ല, ആ പാപമൊന്നും എനിക്ക് വേണ്ട, ഞാൻ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് ബോഗൈ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് സമ്പൂർണ്ണയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി നിൽക്കുമ്പോഴാവും പലാശ് അങ്ങോട്ട് പോലീസുകാരെ ആയിട്ട് വരിക. എന്നിട്ട് ഇയാളാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി വന്നത്, അപ്പോൾ ഇയാളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോലീസുകാരോട് പലാശ് പറയാണ്. അങ്ങനെ ബോഗയെ അവരെല്ലാവരും പിടിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ചാരു അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ബോഗൈ ബോലിയോട് എല്ലാ കാര്യങ്ങളും പറയാണ്. എന്നിട്ട് തെളിവിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ അറിയാം ദേവിയാണോ ചാരു എന്ന്. നീ അതൊന്ന് പോയിട്ട് നോക്കിയിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ വേണ്ടി ബോലിയോട് പറയുകയാണ്. എന്നിട്ട് ബോലി ബോഗൈ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതൊന്ന് കാറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ദേവിയുടെ പാവക്കുട്ടിയും പിന്നെ ലോക്കറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് റോയ് ചൗധരി വീട്ടിൽ കാണിച്ചു കൊടുത്തിട്ട് ചാരുവാണ് ദേവി എന്നുള്ള സത്യം എല്ലാവരോടും പറയാനാവും ബോലിയോട് ബോഗൈ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ബോലി എന്തൊക്കെയോ കുതന്ത്രങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ പോലീസ് കൊണ്ടുപോയതിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ചാരുവിനെ ദുർഗ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.